എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് കാലമായി വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മുടെ അവസാനത്തെ കുഞ്ഞുമണീനെ കൊടുത്ത വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം, നമ്മുടെ മണിക്കുട്ടീനെ ഞങ്ങൾ ഇന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ കൊണ്ടുപോവാണ്. ഞങ്ങൾക്ക് ഇന്നൊക്കെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുന്നംകുളത്തേക്ക് കൊണ്ടുപോകണം, വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഒരു മൊബൈൽ യൂണിറ്റ് വരും ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ അവിടെ 11:30-12 മണിയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവൾക്ക് അറിയൊന്നുമില്ല, അവൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നീ കാറിൽ കയറ്റി കൊണ്ടുപോകണം, ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് കരുതിയാണ്. കഴിഞ്ഞ പ്രസവം കഴിഞ്ഞപ്പോൾ ഇവിടെ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് കരുതിയതാണ്. അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൻ്റെ ഹോസ്പിറ്റലിലെ അഡ്മിറ്റും കാര്യങ്ങളും അതൊക്കെ ആയിട്ട്, പിന്നെ അപ്പൻ്റെ മരണവും എല്ലാം കൂടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം എന്തായാലും ചെയ്യുകയാണ്. ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് എന്തായാലും ചെയ്യും. പിന്നെ നമ്മൾ ഈ കുഞ്ഞുമണികളെയൊക്കെ ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമണികളെ വീഡിയോസൊക്കെ ഇട്ടിരുന്നത് അവരെ നല്ല കരങ്ങളിലേക്ക് എത്തണം, അവരിവിടെ തെരുവുകളിലൊന്നും പോയി കഷ്ടപ്പെടരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് അവരെല്ലാവരും നല്ല സ്ഥലങ്ങളിലേക്ക് കൊടുത്തയച്ചത്. അല്ലാതെ ഞങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞങ്ങൾക്ക് പൈസയൊന്നും യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഞങ്ങൾക്ക് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നല്ല, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടും അല്ല. ഞങ്ങൾ അവർ നല്ല കരങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പുള്ള 7 കുട്ടികളെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞയച്ചത്. ഇപ്പോൾ ഈ 7 കുട്ടികളെ അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞയച്ചു. അവരെല്ലാവരും സുഖമായിരിക്കണം. ഇന്ന് ഞാൻ ഒരുവിധം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കുറേ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു വിഷമം പോണ നേരത്ത് മണിക്കുട്ടിക്ക് ഉണ്ടാവും. അവസാനത്തെ കുട്ടിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു വിഷമം. കാരണം ഞങ്ങളാണ് അവരെ 2 മാസം പൊന്നു പോലെ നോക്കി വളർത്തിയത്. അപ്പോൾ ഞങ്ങൾക്കും ആ വിഷമം ഉണ്ടായിരുന്നു, മണിക്കുട്ടിക്കും ആ വിഷമം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ടാവും. ആ വിഷമമൊക്കെ പെട്ടെന്ന് മാറും. കുട്ടികൾക്ക് പിന്നെ അത്ര വലിയ വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല. അവർക്ക് അവിടെ ചെന്നിടുമ്പോൾ അവരുടെ നല്ല ലാളിക്കുന്ന കൈകളിലേക്കാണ് അവരൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അത്ര വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. മണിക്കുട്ടിക്ക് അവസാനത്തെ കുട്ടി പോയപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അപ്പോൾ അവൾ ഓവർകം ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്രാവശ്യം എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യാണ്. അല്ലാതെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലാന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോവാണ് കേട്ടോ. നമുക്ക് എവിടേക്കോ ഉടനെ കാറിലേക്ക് പോകണേ. നമ്മൾ കാറിലേക്ക് ശരിക്കോ അതെ കയറി. അപ്പോൾ എടുത്ത് വയ്ക്കട്ടെ. അടയ്ക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പോവാണ്. തുറക്കണം അവിടെ. ഇതിന്ന് രാവിലെ പിടിച്ച വീഡിയോ ആണ് കേട്ടോ. മണിക്കുട്ടി നല്ല എനർജറ്റിക് ആയിരുന്നു രാവിലെ. അവൾ കുട്ടൂസിനൊക്കെ ആയിട്ട് നല്ല കളിയായിരുന്നു. ഇതാ പുറത്ത് ഒരു ഡോഗും അതിൻ്റെ കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ മണിക്കുട്ടി അവളെ ഓടിത്തുന്നുണ്ട്. ഉക്രപ്പനും കുട്ടൂസും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവരവിടെ കിടന്ന് ഉറങ്ങി തുടങ്ങി. പക്ഷെ മണിക്കുട്ടി അവരെയൊക്കെ ഓടിച്ചു കേട്ടോ. ഞങ്ങളിതാ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് മൊബൈൽ സർജറി യൂണിറ്റ്. 1962 എന്നുള്ളൊരു നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചാലാണ് നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുക. കാരണം കുന്നംകുളത്തെ ഹോസ്പിറ്റലിൽ ഈ സർജറി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈൽ സർജറി യൂണിറ്റിനായിട്ട് ബന്ധപ്പെട്ടത്. 1 മാസം മുന്നേ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ തിരിച്ച് വിളിച്ചു. കുന്നംകുളത്ത് എന്നാണ് അവരെടുത്ത അവൈലബിൾ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു. ആ സമയവും ഡേറ്റൊക്കെ നമുക്ക് തന്നു. ആ സമയത്ത് വരാൻ പറഞ്ഞു. അതിന് ശേഷം 2-3 പ്രാവശ്യം അവർ വീണ്ടും നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇവിടെ കൊടുന്നിട്ട് ആദ്യമുള്ള വെയിറ്റാണ് നോക്കിയത്. ആ വെയിറ്റിനനുസരിച്ച് അവളെ മയക്കാനുള്ള 4 ഇഞ്ചക്ഷൻ കൊടുക്കും. 3ാമത്തെ ഇഞ്ചക്ഷനോട് കൂടി അവൾ പതുക്കെ പതുക്കെ ഉറങ്ങി തുടങ്ങും. പിന്നെ 4ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ നന്നായി മയങ്ങും. പിന്നെ അവർ ഇവിടുന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മണിക്കുട്ടിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഹാർട്ട് ബീറ്റും പ്രഷറൊക്കെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് സർജറിക്കൊന്നും കുഴപ്പമുണ്ടായില്ല. സർജറി ചെയ്യാൻ പറ്റി. ഇവൾക്ക് ശേഷം വന്നൊരു ഡോഗിനെ സർജറി ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിന് നല്ല പേടിയായിരുന്നു. അതിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വളരെ കൂടുതലായിരുന്നു. പ്രഷറും കൂടി, ടെമ്പറേച്ചർ കൂടി. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ. അങ്ങനെ ആ ഡോഗിനെ ചെയ്തില്ല. പക്ഷെ മണിക്കുട്ടിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. 3ാമത്തെ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ അവൾ പതുക്കെ ഉറങ്ങിത്തുടങ്ങും. 3ാമത്തെ ഇഞ്ചക്ഷനോട് കൂടിയിട്ട് ചിലപ്പോൾ ചില ഡോഗ്സ് വൊമിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ മണിക്കുട്ടി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഓപ്പറേഷൻ. ഇവിടുന്ന് ഇവൾ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഒരു അരമണിക്കൂർ ഒരു ഒബ്സർവേഷൻ പോലെ അവിടെ നിർത്തിയിട്ട് ഓർമ്മയൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുപോകാം കേട്ടോ. മണിക്കുട്ടിക്ക് ഇപ്പം 3ാമത്തെ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സർജറി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. സർജറി നമ്മൾ വിചാരിച്ചത്ര ഒരു ഈസി സർജറി അല്ലായിരുന്നു. ഞാൻ കരുതി ചെറിയൊരു സർജറി ആവുമെന്നാണ്. അത്ര ചെറിയ സർജറി അല്ലായിരുന്നു. ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് സർജറി ചെയ്തിട്ടുള്ളത്. പിന്നെ അവളെ ഓർമ്മ കെടുത്തിയിട്ടാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ട്. പക്ഷെ അവൾക്ക് എണിക്കാൻ വയ്യ. എണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ. ഒരാഴ്ചയൊക്കെ എണിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 4 ദിവസം കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം. ഓരോ ദിവസം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കണം. രാവിലെ വൈകുന്നേരം ഗുളിക കൊടുക്കണം. പിന്നെയും കുറച്ച് മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അവൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് പേടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. അവൾ എണിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എണിക്കാൻ പറ്റില്ല. അങ്ങനെ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് വെട്ടണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും സർജറി കഴിഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിടന്നു അവളിൻ്റെ കാലുമ്മ അവിടെ കിടന്നു കേട്ടോ. അതോടെ അങ്ങനെ കെടുക്കുക. അവൾ എണിക്കണില്ല. അവിടെ കെടുക്കുകയാണ്. കുട്ടു നോക്കണോക്കി. കുട്ടു കുട്ടുവോ കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കറ്റിട്ട് ഗുളിക കഴിച്ചിട്ട് പോകണം കേട്ടോ. എന്തിനാ പട്ടിരുന്നേ? അയ്യോ അതിന് വേനിക്കുണ്ടെന്നാണ് ചെരുപ്പ്. സർജറി കഴിഞ്ഞ് വന്നപ്പോൾ മണിക്കുട്ടിക്ക് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അവൾ തീരെ എണിക്കണില്ല. പിന്നെ നമ്മളിപ്പോൾ പതുക്കെ എണിപ്പിച്ചിട്ട് അവൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ നോക്കുകയാണ്. മണിക്കുട്ടീനെ സർജറി കഴിഞ്ഞ് കൊടുത്തിട്ട് ഇതുവരെ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഞങ്ങളൊരു 4 മണി നേരത്ത് ഇവൾക്ക് ഇതുപോലെ സൂപ്പ് പോലെ ആക്കിയിട്ട് കൊടുത്തു. ലൈറ്റായി അത് കൊടുക്കാനേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കഞ്ഞി നല്ല സ്മാഷ് ചെയ്തിട്ട് വറ്റൊക്കെ നല്ലോണം സ്മാഷ് ചെയ്ത് അതിൽ കുറച്ച് ചിക്കൻ്റെ പീസ് ഇങ്ങനെ പിന്നി ഇട്ടിട്ടൊരു സൂപ്പ് രൂപത്തിലാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ 4 മണി നേരത്ത് കൊടുത്തപ്പോൾ അവൾ കഴിച്ചില്ല. വെള്ളം കൊടുത്ത് അതും കുടിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്.
പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലത്തിൽ വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കണം. മരുന്ന് എങ്ങനെ കൊടുക്കാമെന്നറിയില്ല. ഇതുവരെ അവൾ ഭക്ഷണം കഴിച്ചിടുന്നില്ല. അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഞാനിത് തേനിൽ ചാലിച്ചിട്ട് വെച്ചിട്ടുണ്ട്. 3 ഗുളികയുണ്ട്. അത് പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. മരുന്ന് ചിലപ്പോൾ ഇത് ചേർത്താൽ ഇത് കഴിക്കില്ല. മരുന്ന് ചിലപ്പോൾ ഇതിൽ കൊടുത്താൽ ചിലപ്പോൾ ഇത് കുടിക്കുകയും ചെയ്യില്ല. ഞാൻ തേനിലൊക്കെ ചാലിച്ച് വെച്ചിട്ടുണ്ട്. നാവുമ്പോൾ പറ്റി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. കഴിച്ചു മുമ്പം വേണോ? അവൾ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. വറ്റൊന്നും തിന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി വെള്ളം ഇപ്പോൾ കൊടുന്ന് ഒഴിച്ചു നോക്കി. കുടിക്കണില്ല. കഞ്ഞിവെള്ളമാണ്. അവൾ കുടിക്കണില്ല. ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കാനുണ്ട്. ഞാൻ ആ മരുന്ന് ഇവിടെ തേനിൽ ചാലിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കി കൊടുക്കട്ടെ. അല്ല, ഇഞ്ചക്ഷനാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കളിക്കാം. വായനോ അവിടെ നിൽക്കും. കഴിച്ചോ? ഒരു തൈര് ഞാൻ പല്ലിൻ്റെ സൈഡിലാക്കിയിട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ. വായ തുറക്കണില്ല അവള്. അങ്ങനെ ഞാൻ നാവുമ്മ വെച്ച് കൊടുക്കായിരുന്നു. ഇപ്പോൾ പല്ലിൻ്റെ സൈഡിൽ ഈ തൊന്നമ്മലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നക്കി എടുക്കണമെന്ന്. തേനുകൾ കൊണ്ട് ഈ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് അവൾ എടുക്കണ്ടെന്നുണ്ട്. നോക്കട്ടെ. ആക്കിയെടുക്കണ്ട. ഇവിടെയൊക്കെ പോയി മരുന്ന് പറ്റുന്നോട്ടം പറ്റും. കയറിക്കോട്ടെ. നടത്തിയല്ലോ വയ്യ. ഇനിയിപ്പോൾ മുറിവിൽ ഓയിൻമെൻറ്റ് പറ്റണോട്ടോ. അപ്പോൾ ആ മുറിവിൽ ഓയിൻമെൻറ്റും കൂടി പറ്റപ്പം വേദനയുടെ മരുന്നും അതുപോലെ ആൻറ്റിബയോട്ടിക്കുമാണ് ടാബ്ലറ്റ് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ പൊടിച്ച് മിക്സ് ചെയ്തിട്ട് തേനിലാക്കിയിട്ട് വായിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ഒരു ഐഡിയ തോന്നി നാളെ അത് കുറച്ചുകൂടി ലൂസാക്കിയിട്ട് ഫില്ലറിലെടുത്തിട്ട് വായിലേക്കാണ്ട് ഫില്ലറിലാക്കി കൊടുക്കാമെന്ന് തോന്നണത്. ഇപ്പം ഞാൻ അങ്ങനെ വിരൽ കൊണ്ട് എടുത്തിട്ട് വായിലേക്ക് ആക്കി കൊടുക്കുക ചെയ്തത്. പക്ഷെ അവൻ വായ തുറക്കുന്നില്ല അവൾ. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലാണ് വെച്ചെടുത്തത്. പിന്നെ അവൾ നക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ അത് വെള്ളം പോലെ ആക്കിയിട്ടേ ഫില്ലറിലെടുത്തിട്ട് വായിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ മരുന്ന് പറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഒരു തരി, കാര്യമായിട്ടൊന്നുമില്ല. ഒരു തരി കഞ്ഞി കുടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവൾ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ മരുന്ന് പറ്റിട്ട് കേട്ടോ. മുറിവുള്ള കാഴ്ചയുണ്ട് കേട്ടോ. ഇവിടെ നീര് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. സൈഡിലൊക്കെ നീര് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും. നല്ല മോളാട്ടോ അവള്. ഒരു പ്രശ്നവും അവളെ കൊണ്ട് ഉണ്ടായിട്ടില്ല. എല്ലാം പറഞ്ഞനുസരിച്ച് കുറേശ്ശെ കരയുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. വേദന വരും അപ്പോൾ കരയുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഡോക്ടേഴ്സ്. 2 ഡോക്ടർമാരുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഇപ്പോൾ അവൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവള് പറയണത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. വരട്ടെ എന്ന് പറയുമ്പോൾ കാര്യം നല്ല കോപ്പറേറ്റീവ് ആണ്. ഈ കോളർ എന്തിനാ വെച്ചുള്ള വെച്ചെങ്കിലേ അവൾ ചിലപ്പോൾ അത് ഈ ഓയിൻമെൻ്റൊക്കെ നക്കി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോളർ വെച്ചിട്ടുള്ളത് കേട്ടോ. ഉള്ള മുഖം കാണിക്കണ്ടേ? അയ്യോ, ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇങ്ങനെ മുറിവ് ഇളക്കാതിരുന്നാൽ മതി. ചൊറിയുമ്പോഴൊക്കെ ഇവർക്ക് രാത്രിയിലൊക്കെ ഉറക്കത്തിലൊക്കെ നന്നായി ചൊറിയാറുണ്ട് ഇവര്. അപ്പോൾ മുറിവ് ഇളകാതിരുന്നാൽ മതി. കാര്യം മടക്കി വെച്ചു കഴിഞ്ഞുടാ.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മണിക്കുട്ടിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ മണിക്കുഞ്ഞുങ്ങളുടെ കുഞ്ഞുമണികളുടെ പ്രശ്നം ഉണ്ടാവില്ല. 2 പ്രാവശ്യം നമ്മുടെ കുഞ്ഞുമണികളെ കൊടുക്കുമ്പോഴും പലരും നമ്മളെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഇനി അങ്ങനെ ഒരു അവസരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോസ് ഇനിയും ഞങ്ങൾ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.